ഈ ഫ്ലവർ എങ്ങനെയുണ്ട്? കൊള്ളാമല്ലേ? പക്ഷേ ഭയങ്കര പാടായിട്ട് തോന്നുന്നല്ലേ? പക്ഷേ ഭയങ്കര എളുപ്പമാണ് ചെയ്യാൻ. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് പേപ്പറാണ്. പേപ്പർ ജസ്റ്റ് ഈ ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് എത്ര നീളം വേണോ അതിനനുസരിച്ച് നീളം എടുത്താൽ മതി. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ കൊടുക്കുക. ഒരേ കണക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ എന്തെങ്കിലും ടൂൾ വെച്ചോ അല്ലെങ്കിൽ കൈ കൊണ്ട് ചെയ്യാൻ എളുപ്പമാണ്. കൈ കൊണ്ട് ഇങ്ങനെ ചെയ്തപ്പോൾ കൈ കൊണ്ട് ചെയ്താലാണ് എളുപ്പം മറ്റേതിനേക്കാളും ബ്രഷ് വെച്ച് ചെയ്യുന്നതിനേക്കാളും. അങ്ങനെ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ റോൾ ചെയ്ത് ആ റോളിങ്ങിലാണ് കാര്യം ഇരിക്കുന്നത് കേട്ടോ. സെയിം ഡയറക്ഷനിൽ തന്നെ റോളും ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിനി വേണ്ടത് സ്റ്റെമ്പാണ്. സ്റ്റെമ്പിന് ഇതേ കണക്ക് പേപ്പർ തന്നെ എടുത്താണ് ചുറ്റുന്നത്. ഒരു ഗ്രീൻ പേപ്പർ എടുത്തു. എന്നിട്ട് ജസ്റ്റ് അതേ കണക്കിനെ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ചരിച്ച് ഫോൾഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചരിച്ച് ഫോൾഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കട്ടി ഉണ്ടാകും. അതേ കണക്ക് കുറച്ച് നീളവും കൂടും, ലെങ്ത്തും കൂടും. അപ്പോൾ എന്നിട്ട് ജസ്റ്റ് ഗം തേച്ച് സെക്യൂർ ആക്കി. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ആ ഒരു ഫ്ലവറിൽ, അതായത് ആ ഒരു യെല്ലോ പേപ്പറിൽ കുറച്ച് ഗം തേച്ച് കൊടുക്കുക. ഈ ഭാഗത്തായിട്ട് തേച്ച് കൊടുത്തതിന് ജസ്റ്റ് ഇങ്ങനെ കറക്കി വെക്കുമ്പോഴേ നമുക്ക് ആ ഭംഗി, ആ ഒരു പൂവിൻ്റെ ആ ഒരു പേപ്പർ ഫ്ലവറിൻ്റെ നല്ല ആ ഒരു ഭംഗി ഇതിലാണ് ഇരിക്കുന്നത്. അപ്പോൾ റിയലി കാണാൻ നല്ല രസമാണ് കേട്ടോ. ജസ്റ്റ് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫാണ് വേണ്ടത്. നിങ്ങൾക്ക് ലീഫ് ഏത് രീതി വേണോ ആ രീതി ചെയ്യാം. ഞാനിപ്പോൾ നീളത്തിലാണ് എടുക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സിസേഴ്സ് കൊണ്ട് അങ്ങനെ ആക്കുമ്പോൾ ഇത്തിരി ഒന്ന് കേളാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്